ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോസസ് ലോയുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഒരു തിൻ സ്ഫെറിക്കൽ ഷെല്ലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. ഒരു സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ അതിന് ഔട്ടർ സ്ഫിയറും കാണും, ഇന്നർ സ്ഫിയറും കാണും. അതിന്റെ ഉൾഭാഗം ഹോളോ ആയിരിക്കും. അതുകൊണ്ട് ഈ ഷെല്ലിന്റെ ഉള്ളിൽ ചാർജ് വെച്ചാൽ ആ ചാർജ് ഈ ഷെല്ലിന്റെ സർഫസിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. ഈ ഷെല്ലിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ലാണ്. ഈ ഷെല്ലിന്റെ ഔട്ട്സൈഡിൽ സ്മോൾ ലെറ്റർ R ഡിസ്റ്റൻസ് അകലത്തിൽ പോയിന്റ് P മാർക്ക് ചെയ്യുക. പോയിന്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി സ്മോൾ ലെറ്റർ R റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുക. പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. സോ പോയിന്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ രീതിയിലായിരിക്കും. ഇവിടെ ഒരു സ്മോൾ സർഫസ് ഏരിയ DS കൺസിഡർ ചെയ്യുക. അവിടുത്തെ ഏരിയ വെക്ടർ ആ എടുക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ വെക്ടർ DSഉം ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഈ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസിലൂടെയുള്ള ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതാം. ഫ്ലക്സ് ത്രൂ ദ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് phi is equal to closed integral vector E dot vector ds. This is equal to closed integral E into ds into cos 0. തീറ്റ 0 ആയതിന്റെ കാരണം വെക്ടർ ഇയും വെക്ടർ ഡിഎസും ഒരേ ഡയറക്ഷനിലായതുകൊണ്ടാണ്. cos 0 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ E ds എന്ന് കിട്ടും, അല്ലെങ്കിൽ E into closed integral ds എന്ന് കിട്ടും. That is equal to E into integral ds is S. സ്ഫെറിക്കൽ ഗോസിയൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് എഴുതിയത്. സോ ഈ S എന്ന് പറയുന്നത് ഗോസിയൻ സർഫസിന്റെ സർഫസ് ഏരിയയാണ്. ഒരു സ്ഫെറിക്കൽ സർഫസിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4πr² എന്നാണ്. ഇവിടുത്തെ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണ്. സോ S is equal to 4π small letter R². Therefore, phi is equal to E into 4π small letter R². Equation number 1. അടുത്തതായിട്ട് ഗോസസ് ലോയുടെ ഇക്വേഷൻ എഴുതുക. ബൈ ഗോസസ് ലോ phi is equal to Q divided by epsilon 0. ഈ സ്ഫെറിക്കൽ ഷെല്ലിനാണ് ചാർജ് ഉള്ളത്. ഈ ഷെല്ലിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. സോ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ is equal to charge per unit surface area. So Q is equal to sigma into S. So phi is equal to Q by epsilon 0 is equal to sigma into S divided by epsilon 0. ഇവിടുത്തെ S എന്ന് പറയുന്നത് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ സർഫസ് ഏരിയയാണ്. Here S is equal to 4π into സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്, ക്യാപിറ്റൽ ലെറ്റർ R². Therefore phi is equal to sigma into 4π ക്യാപിറ്റൽ ലെറ്റർ R² divided by epsilon 0. Equation number 2. ഈ രണ്ട് ഇക്വേഷൻസിന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, അതുകൊണ്ട് റൈറ്റ് സൈഡിനെ ഇക്വേറ്റ് ചെയ്യാം. So from equations 1 and 2, E into 4π small letter R² is equal to sigma into 4π capital letter R² divided by epsilon 0. ഇവിടുത്തെ 4π കട്ട് ചെയ്തു പോകും. ഈ R² ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിലാകും. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E is equal to sigma by epsilon 0 into capital letter R² divided by small letter R² എന്ന് കിട്ടും. ഇതാണ്
ഒരു തിൻ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ഇക്വേഷൻ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് പാർട്ടിൽ ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് പി ഈ ഷെല്ലിന്റെ സർഫസിലാണെങ്കിൽ സ്മോൾ ലെറ്റർ ആറ് ക്യാപിറ്റൽ ലെറ്റർ ആറിന് ഈക്വൽ ആയിരിക്കും. Therefore, E is equal to sigma by epsilon 0 capital letter R square divided by small letter r എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആറിന് ഈക്വൽ ആയതുകൊണ്ട് ഡിനോമിനേറ്ററിലും ആർ സ്ക്വയർ തന്നെ വരും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് E is equal to sigma by epsilon 0. E is maximum at the surface of the spherical shell. മൂന്നാമത്തെ പാർട്ട് നോക്കാം. ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ. പോയിന്റ് പി ഈ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിലാണ്. പോയിന്റ് പിയിലൂടെ കടന്നു പോകുന്ന വിധത്തിൽ വേണം സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് വരയ്ക്കാൻ. ഈ ഗോസിയൻ സർഫസ് ഒരു ചാർജിനെയും എൻക്ലോസ് ചെയ്യുന്നില്ല. കാരണം ഈ തിൻ സ്ഫെറിക്കൽ ഷെല്ലിന്റെ സർഫസിലാണ് ചാർജുകളെല്ലാം. ഗോസിയൻ സർഫസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതാം. ഫ്ലക്സ് ത്രൂ ദ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ഫൈ ഇസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്. ഇവിടെ വെക്ടർ ഇയും വെക്ടർ ഡി എസും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തീറ്റ 0 ആകും. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് 0. This is equal to E into closed integral ds is equal to E into S. S എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഗോസിയൻ സർഫസിന്റെ സർഫസ് ഏരിയയാണ്. സോ S is equal to 4 pi small letter r square. Therefore phi is equal to E into 4 pi small letter r square എന്ന് വരും. This is equation number 1. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗോസസ് ലോ എഴുതുക. ബൈ ഗോസസ് ലോ ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഗോസിയൻ സർഫസ് എൻക്ലോസസ് നോ ചാർജ്. സോ ക്യൂ ഈസ് ഈക്വൽ ടു 0. സോ ഫൈ ഈസ് ഈക്വൽ ടു 0 ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻസ് 1 and 2 റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. സോ ഫ്രം ഇക്വേഷൻസ് 1 and 2 E into 4 pi r square is equal to 0, or electric field E is equal to 0. So inside a charged spherical shell, electric field is 0. ഗോസസ് ലോയുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഇതൊരു ഫ്രീ യൂട്യൂബ് ക്ലാസ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.